ഹായ് ഗൈസ്, പുതിയൊരു ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മാർച്ച് വരെ വെയിറ്റ് ചെയ്യുക. കാരണം മാർച്ചിൽ ഐഫോൺ SE4 ലോഞ്ച് ആകാൻ പോവാണ്. ഈ ഒരു ഐഫോൺ SE4 കുറച്ചുകൂടി നല്ല ഡീലാണ് കമ്പയർ ടു ഐഫോൺ 14 ആൻഡ് ഐഫോൺ 15. എന്താണെന്ന് നമുക്ക് ഈ ഒരു ഷോർട്സിൽ നോക്കാം. ഐഫോൺ SE4 വരുന്നത് ഐഫോൺ 14ൻ്റെ സെയിം ഡിസൈനാണ്. സോ അതുകൊണ്ട് തന്നെ ഫേസ് ID വരുന്നുണ്ട്, AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഐഫോൺ 14 വരുന്ന സെയിം ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിലേക്ക് വരുന്നത്. ഇനി ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ഐഫോൺ 16 വന്ന A18 ആണ് വരുന്നത്. A18 വരുന്നത് കൊണ്ട് തന്നെ 8GB റാം ഉണ്ടാവും. ആപ്പിൾ ഇൻ്റലിജൻസും ഈ ഒരു ഫോണിലുണ്ടാകും. ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു സിംഗിൾ ക്യാമറ ഐഫോൺ 16 വരുന്ന മെയിൻ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ 48 MP ക്യാമറയാണ്. ഇത് കൂടാതെ തന്നെ ഇതിൽ 2x ഒരു ഇൻ സെൻസർ ക്രോപ്പും വരുന്നുണ്ട്. അപ്ഡേറ്റ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 എത്ര അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടോ അത്ര തന്നെ അപ്ഡേറ്റ്സ് ഈ ഒരു ഐഫോൺ SE4 കിട്ടും. കാരണം സെയിം ചിപ്സെറ്റാണ് വരുന്നത്. ആപ്പിളിൻ്റെ തന്നെ പുതിയ 5G മോഡമാണ് ഈ ഒരു ഫോണിലേക്ക് വരുന്നത്. ഈ ഒരു 5G മോഡത്തിൽ മില്ലിമീറ്റർ വേവ് ഉണ്ടാവില്ല. സോ ഹൈ സ്പീഡ് 5G വരില്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ബാക്കിയുള്ള എല്ലാ ആപ്പിൾ ഫീച്ചേഴ്സായ ആക്ഷൻ ബട്ടൺ, USB-C ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണ് ഐഫോൺ 15 ഐഫോൺ 14 വെച്ച് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഒരു ഐഫോൺ 15 വിത്ത് ഐഫോൺ 16ൻ്റെ ചിപ്സെറ്റും ഫീച്ചേഴ്സും വിത്തൗട്ട് ആൻ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്ന് വേണമെങ്കിൽ ഒരു ഐഫോൺ SE4 വിളിക്കാം. ആൻഡ് ഇതെല്ലാം വരുന്നത് 50,000 രൂപയ്ക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക, ഐഫോൺ 14 55-നും ഐഫോൺ 15 വന്നിട്ട് ഇപ്പോൾ ഏകദേശം 62,000 രൂപയ്ക്കാണ് വരുന്നത്. സോ നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് കുറവ് ഫീച്ചേഴ്സുള്ള ഒരു ഫോൺ വാങ്ങാണ്ടിരിക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.